ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ രാവിലെ തന്നെ അനീഷും ഷാനവാസും നല്ലൊരു ഫൈറ്റ് നടന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്നലെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദിലയും നൂറയും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഷാനവാസ് ചോദിക്കുകയും ഇവർ തമ്മിൽ ആദിലയും നൂറയും ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷാനവാസ് അനീഷിനോട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രാവിലെ അനീഷും ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് ചോദിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രാവിലെയുള്ള ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഷാനവാസ് ഇത്രയും കിട്ടിയിട്ടും ഇത്രയും പഠിച്ചിട്ടും ഈ വീണ്ടും ഈ പെങ്ങള് കുട്ടി കാർഡ് ഇറക്കിക്കൊണ്ട് നടക്കുന്ന എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനീഷ് പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. കാരണം ഈ ഷാനവാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ പെങ്ങന്മാർ ഇന്നലെ തന്നെ നോമിനേഷനകത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറോളം ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഷാനവാസ് ഒരു കഥ തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഷാനവാസിൻ്റെ റിയൽ ലൈഫിലെ കാര്യവും പിന്നെ എൻ്റെ പെങ്ങന്മാരെ പോലെയാണ് ഞാൻ കണക്ക് കൂട്ടിയത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്നിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കുറേ പുള്ളിയൊരു ശുദ്ധനാണ്, ഓക്കെ. ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാതെ പെങ്ങള് കുട്ടി കാർഡ് ഇറക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സഹതാപം നടിച്ച് മറ്റുള്ളവരെ സഹായിക്കാനോ സെന്റിമെന്റൽ കാർഡ് എടുക്കാനോ അതിനൊന്നും അല്ല ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം. ഇവിടെ ഒരാളെ വിന്നറാവും, ഒരാളെ കപ്പടിക്കും. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഇവിടെ ഒരാളെ വിന്നറാവും. അപ്പം ആ കപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കുക, അല്ലാതെ ഇവിടെ വന്നിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ പിടിക്കുക, ഇവിടെ വന്നിട്ടൊരു പെങ്ങള് ഒരു ബ്രദറും സിസ്റ്ററും കോമ്പോ പിടിക്കുക. അത് ഷാനവാസ് ഇപ്പോഴും ആ ഒരു ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇൻഡിവിജ്വലായിട്ട് കളിക്കുമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് കയറി വരുന്നൊരു പ്ലെയർ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ ഷാനവാസ്. പക്ഷേ എന്നിട്ടും വീണ്ടും പുള്ളി ആ ഒരു പെങ്ങള് കുട്ടിക്കാട്ടിലും ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു പാടേ, അതല്ലേ ഷാനവാസൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കയറി വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ്. ഇപ്പം ഇവിടെ അനീഷ് അല്ല അങ്ങോട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിന്നത്, ഷാനവാസ് തന്നെയാണ്. അനീഷ് കാരണം ഒറ്റയ്ക്ക് കളിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വന്നൊരു സ്ട്രാറ്റജി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷാനവാസ് അനീഷുമായിട്ടുള്ളൊരു കൂട്ടുപിടിക്കുന്നതും അവസാനം അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയി എല്ലാവരും അതൊരു ഫ്രണ്ട്ഷിപ്പാക്കി. പിന്നെ ലാലേട്ടൻ വരുന്നൊരു എപ്പിസോഡിനകത്ത് ലാലേട്ടൻ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മുമ്പോട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതൊരു ബിഗ് ബോസിൻ്റെ ഗെയിമാണ്, ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ജെന്യൂനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ രണ്ടുപേരും ഗെയിമാണ്, രണ്ടുപേരും സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഫേക്കാണ്. അപ്പോൾ ഇവിടെ ലാലേട്ടൻ പറഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെയാണ് രണ്ടുപേരും, അത് ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു. പക്ഷേ അനീഷ് അത് ലാലേട്ടൻ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് അതിലേക്ക് വീഴുകയും ചെയ്യും. കാരണം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ വെളിയിൽ ഭയങ്കര ഹിറ്റാണ്, സപ്പോർട്ടാണെന്ന് വിചാരിച്ചിട്ട് അനീഷ് അത് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വീഴുകയും ചെയ്തു. ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അകലത്തിൽ നിർത്താൻ നോക്കിയതാണ് ഷാനവാസിനെ അനീഷ്. അപ്പോൾ ഇവിടെ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാനവാസ് ഒരു അപ്പനും മകളും അല്ലെങ്കിൽ ഒരു ബ്രദറും സിസ്റ്ററും ആങ്ങളെയും പെങ്ങളൊക്കെ ആയിരുന്നു നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, അവരൊരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം ആ ബന്ധം മുറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് മറ്റൊരാളുടെ അടുത്ത് പറയുന്നത് നല്ലൊരു കാര്യമല്ല, നല്ലൊരു ക്വാളിറ്റി അല്ല. ഷാനവാസ് ഇവിടെ കാണിക്കുന്നതെല്ലാം ഒരു ഗെയിം പ്ലാനാണ്, ഗെയിമിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു ഇതുപോലുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ മെയിൽ ഷോഫനിസ്റ്റ് ആണെന്ന് ഇന്നലെ ആദില ഷാനവാസിൻ്റെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞു, അതൊക്കെ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താണ്, അതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഗെയിമിനെ അത് ബാധിക്കും, എന്നെ നെഗറ്റീവ് ആക്കും. ഞാനിവിടെ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ഒരു ഇമേജ് ഉണ്ട്, അതിനെയൊക്കെ ബാധിക്കും എന്നുള്ളൊരു രീതിയിൽ ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുവാണ് അതിനെ പറ്റിയിട്ട്. അപ്പം ഇതിനൊക്കെ വെച്ചിട്ടാണ് അനീഷ് രാവിലെ ഇതൊക്കെ ചോദിച്ചിട്ടാണ് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന സമയത്ത് അവർ പലരും പറയും, ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് പലതും പറയും, ഒരു അപ്പനും മകളും ആയിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞിട്ട് തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരടുത്ത് പറയുന്നൊരു ക്വാളിറ്റി ആണെന്നാണ് അനീഷ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഷാനവാസിൻ്റെ അത്രയും വലിയൊരു പ്രശ്നം, നെവിനുമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് അനീഷ് അത് പറയുന്നുണ്ട്. നെവിനുമായിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് ആ വീട്ടിലെല്ലാവരും ഷാനവാസിനെ ഒറ്റപ്പെടുത്തിയിരുന്നുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ അനീഷാണ് ഷാനവാസിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത്. ഇത് അനീഷ് അത് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ആരൊക്കെ ഷാനവാസിനെ എതിർത്താലും ഒറ്റപ്പെടുത്തിയാലും എനിക്ക് ഷാനവാസിനെ വിശ്വാസമുണ്ട്,
ഷാനവാസിന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് അനീഷ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും പേരും ഒറ്റപ്പെടുത്തിയിട്ടും അനീഷിനെ വരെ ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടും ഷാനവാസിന്റെ കൂടെ നിന്നൊരു വ്യക്തിയാണ് അനീഷ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് പക്ക ഫേക്ക്, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും പക്ക ഫേക്കാണ്. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് പിടിക്കാൻ പോയത് അനീഷല്ല അങ്ങോട്ട്, ഷാനവാസാണ് ഇങ്ങോട്ട് വന്നത്. ഷാനവാസിന് ഇനിയും സമയമുണ്ട്. ഇനിയും ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ, അതുപോലെ തന്നെ ഈ പെങ്ങള് കുട്ടി കാട് പോകുമ്പോൾ, ഈ ആദിലയും നൂറൊക്കെ ആണെങ്കിൽ കട്ട ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലത്തെ നോമിനേഷനകത്ത് ലാലേട്ടൻ വന്ന എപ്പിസോഡിനകത്ത്, വീക്കെൻഡ് എപ്പിസോഡിനകത്ത് അതുവരെ ഷാനവാസിന്റെ കൂടെ നല്ലപോലെ നിന്നിരുന്ന ആദില, ലാലേട്ടൻ വന്നിരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത സമയത്ത് പുറത്ത് ഷാനവാസ് നെഗറ്റീവാന്ന് അറിഞ്ഞ സമയത്ത് തൊട്ട് ആദില പ്ലേറ്റ് മാറ്റി, സ്വിച്ച് മാറ്റി കളിച്ചു. കാരണം ആർക്ക് സപ്പോർട്ടുണ്ടോ വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രദ്ധിച്ചാൽ മതി. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ആരെ ഫയർ ചെയ്യുന്നു, ആരുമായിട്ടാണ് ആദില കൂട്ടുകൂടി നടക്കുന്ന, ആദിലയും നൂറയും കൂട്ടുകൂടി നടക്കുന്ന, അവർ നെഗറ്റീവാണെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് നെഗറ്റീവാണെന്ന് അറിഞ്ഞ് പറയുമ്പോഴത്തേക്ക് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള വഴക്ക് പറയുകയോ എടുക്കുക എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പുറത്ത് നെഗറ്റീവാണ് അവർക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് നിമിഷ നേരം കൊണ്ടാണ് സ്വിച്ച് മാറ്റി കളിക്കുന്നത്. ലാലേട്ടൻ വന്ന എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ ഇവർ തമ്മിൽ ഡിസ്കസ് നടന്നിട്ടുണ്ടായിരുന്നു. ഷാനവാസുമായിട്ടുള്ള ഒരു റിലേഷൻ, ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് ബ്രോക്കൺ ചെയ്യുക, നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. നോമിനേഷനകത്തും അതിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് അവർ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കത്തേ ഉള്ളൂ. ഇത് പെട്ടെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന സമയത്ത്, ഫയർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവാണെന്ന് അറിയുന്ന സമയത്ത് കളം മാറ്റി സംസാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് സപ്പോർട്ടിന് വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ആദില ആയിക്കോട്ടെ, ഈ നൂറ ആയിക്കോട്ടെ, അവരുടേതായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ അവർക്കില്ല. ഇന്നലെ ലക്ഷ്മി എടുത്ത് ലക്ഷ്മി ആദിലെടുത്ത്, അപ്പോൾ ഇന്നലെ ഷാനവാസും ആദിലയും നൂറയും തമ്മിലുള്ള ഒരു വഴക്കുണ്ടായിരുന്നു. ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ആദിലെടുത്ത് പറയുന്നുണ്ട്, ഷാനവാസുക്കായി വെറുപ്പിക്കുകയൊന്നും വേണ്ട, പുള്ളിക്കാരന് പുറത്ത് നല്ല ഫാൻ ബേസ് ഉള്ള ആളാണ്, സപ്പോർട്ടുള്ള ആളാണ്, അതുകൊണ്ട് വെറുപ്പിക്കുകയൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടടം തൊട്ട് വീണ്ടും ആദില കളം മാറ്റി ചവിട്ടി. ഇന്ന് രാവിലെ ഷാനവാസിന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഈ ആദില സംസാരിക്കുന്നുണ്ട്. ഷാനവാസൊക്കെ അത് ഇപ്പം ഇവിടെ നമ്മളെല്ലാം ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നതാണ്, ആങ്ങളും പെങ്ങളും കോമ്പോ പിടിക്കാൻ വന്നതല്ല. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സൗഹൃദം, നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാം. ഇവിടെ നമ്മളേതായിട്ടുള്ള നല്ലൊരു ഗെയിം നമുക്ക് കൊണ്ടുപോകാം, ഒറ്റയ്ക്ക് കളിച്ച് മുമ്പോട്ട് പോവാം. അതുപോലെ ഷാനവാസക്കാരുടെ സപ്പോർട്ട് കണ്ടിട്ടല്ല നമ്മളാരും, പുറത്തെ ഫാൻ ബേസ് കണ്ടിട്ടല്ല നമ്മളാരും ഒരു സൗഹൃദത്തിനായി വന്നിട്ടുള്ളത്. അതുപോലെ പുറത്തും നല്ല സപ്പോർട്ടുള്ള വ്യക്തിയാണ് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സോപ്പിട്ട് വീണ്ടും ഷാനവാസുമായിട്ടുള്ള അടുക്കാനുള്ള പരിപാടിയാണ് ആദില രാവിലെ നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഇന്നലെ ലക്ഷ്മി ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം പുള്ളിക്കാരി ഒന്ന് പേടിച്ച്, ഇനി ഷാനവാസിന്റെ ഫാൻസുകാർ ലക്ഷ്മി ആദിലക്കിട്ട് കൊടുക്കുമോ തട്ടുമോ എന്നുള്ളൊരു പേടി, ഈ നെഗറ്റീവ് ആവുമോ എന്നുള്ളൊരു പേടി ആദിലേക്ക് വന്നു. കാരണം ഷാനവാസിന് കുറച്ച് ഫാൻ ബേസ് ഉള്ള കാര്യം എങ്ങനെ ആയാലും ആദിലേക്ക് അറിയാം. അപ്പോൾ ലക്ഷ്മി ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ആദിലേക്ക് കുറച്ചുകൂടെ പേടിയായി. ഇത്രയും പേടിച്ച് കളിക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കേണ്ടത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷാനവാസ് കേട്ടോ ഒരു പേടിയും ഇല്ലാതെയാണ് പുള്ളി അവിടെ ഗെയിം കളിക്കുന്നത്. പറയാനുള്ള പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നോമിനേഷനിലായിക്കോട്ടെ, ഒരു നോമിനേഷനും പുള്ളിക്കാരന് പേടിയില്ല, അങ്ങനെ വേണം കളിക്കും. പക്ഷേ പുള്ളിക്കാരൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല. ഒറ്റയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻസ് തന്നെയാണ് ഷാനവാസ്. പക്ഷേ ഇവിടെ അനീഷും ഷാനവാസുമായിട്ടുള്ള വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം അനീഷ് ഇൻഡിവിജ്വലായിട്ട് കളിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. അനീഷിന്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ പിടിക്കാൻ അങ്ങോട്ട് പോയി അനീഷിന്റെ ഒരു ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു സ്ട്രാറ്റജി തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഷാനവാസ് പോയത്. പക്ഷേ പോയി സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസാണ്. ഈ പെങ്ങൾ കൂട്ടി ഇപ്പോൾ പോലും വന്നിട്ടും ഈ അത്രയും നെവിനുമായിട്ടുള്ള വിഷയം നടന്നിട്ട് പോലും കട്ടയ്ക്ക് കൂടെ നിന്ന് അനീഷിനെ വരെ ലാസ്റ്റ് കാലുമാറി പെങ്ങളുട്ടിക്ക് വേണ്ടിയിട്ട് കാലുമാറ്റി ചവിട്ടിയ വ്യക്തിയാണ് ഷാനവാസ് അല്ലേ. അപ്പം അത് അനീഷ് പറയുന്നുണ്ട്. കാരണം ആ സമയത്തെല്ലാം ഞാൻ കൂടെ കട്ടയ്ക്ക് നിന്നൊരു വ്യക്തിയാണ്. അത്രയും പ്രശ്നം വന്നിട്ട് പോലും കട്ടയ്ക്ക് നിന്ന് വ്യക്തിയാണ്. ഇന്നലെ നോമിനേഷനകത്ത് ഷാനവാസ് പറഞ്ഞൊരു കാര്യം അത് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ നെവിനെതിരെ സംസാരിച്ചത്, പെങ്ങളെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ,
അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ കുഴി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കണം. ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നേ, അല്ലാതെ വേറൊരാൾക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാനോ അവരെ സംരക്ഷിക്കാനോ വേണ്ടിയിട്ടല്ല അവിടെ വന്നത്. അത് പക്കയായിട്ട് അനീഷ് ചെയ്യുന്നുണ്ട്. ഷാനവാസിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഷാനവാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് കറക്റ്റായിട്ട് ഇന്നലെ അനീഷ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം. ഇത് ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കണം. ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ഭാഗത്ത് കൊടുക്കണം. കാരണം ഇൻഡ് ഓഫ് ദി ഡേ ഒരാളെ കപ്പ് കൊണ്ടുപോകും. അത് മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ അവരവർക്ക് നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യും. അപ്പം